ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തടസ്സ ഹർജിയിൽ തെളിവെടുപ്പിന് വിവരാവകാശ കമ്മീഷൻ. ജനുവരി 8-ാം തീയതിയാണ് തെളിവെടുപ്പ്. തിരുവനന്തപുരം സ്വദേശി മുണ്ടേല പി ബഷീറാണ് തടസ്സ ഹർജി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ അവസരം നൽകണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. പൂഴ്ത്തിയ പേജുകൾ പുറത്തുവിടണമെന്ന ഹർജിയിൽ വിധി പറയുന്നതിന് തൊട്ടു മുൻപാണ് തടസ്സ ഹർജി എത്തിയത്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഈ തടസ്സ ഹർജിയിൽ വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു, പക്ഷേ അതൊരു മുടക്കിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ ഹേമ കമ്മിറ്റി 2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നതിൻ്റെ 2-ാം ഭാഗം പുറത്തു വരേണ്ടതാണ്. പോക്സോ അടക്കമുള്ള വിഷയങ്ങൾ ഇതിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. ഇനി പുറത്തു വരാനുള്ള ഭാഗങ്ങൾ തീർച്ചയായും ഇതുവരെ പുറത്തു വന്ന ഭാഗത്തേക്കാൾ കൂടുതൽ ഞെട്ടിക്കുന്നതും കൂടുതൽ ഗൗരവമേറിയതുമായിരിക്കുമെന്നത് ഉറപ്പല്ലേ റോഷിപാൽ? ഈ തടസ്സ ഹർജിയെ എങ്ങനെയാണ് ഇനി മറികടക്കുക വിവരാവകാശ കമ്മീഷൻ? അതിൽ കഴമ്പില്ലെന്നാണോ വിവരാവകാശ കമ്മീഷൻ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ദിവസം 10 മിനിറ്റ് മുമ്പ്, അത് വിധി പ്രഖ്യാപനത്തിന് 10 മിനിറ്റ് മുമ്പാണ് ഇങ്ങനെ ഒരു തടസ്സ ഹർജി സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷണറേറ്റിലേക്ക് എത്തുന്നത്. ആദ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കൈവശമായിരുന്നു ആ തടസ്സ ഹർജി ഉണ്ടായത്. ഒടുവിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഡോക്ടർ എ അബ്ദുൽ ഹക്കീം കമ്മീഷണറുടെ ബെഞ്ചിലേക്ക് പിന്നീടാണ് ഈ ഹർജി മാറ്റുന്നത്. ഏതായാലും നേരത്തെ തന്നെ നമ്മൾ ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ വാദം കേട്ടതാണ്. വാദത്തിൽ കഴമ്പുണ്ട്, അതിൽ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം കണ്ടെത്തുകയും ചെയ്തതാണ്. കാരണം നേരത്തെ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നിശ്ചിത ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. പിന്നീടുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് ഒഴിവാക്കാനുള്ള അനുമതി സാംസ്കാരിക വകുപ്പിന് നൽകി. പക്ഷേ സാംസ്കാരിക വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാനുൾപ്പെടെയുള്ളവർക്ക് നൽകാമെന്ന് പറഞ്ഞ 5 പേജുകൾ 11 പാരഗ്രാഫുകൾ അത് ഒഴിവാക്കിയാണ് കൈമാറിയത്. അത് കൃത്യമായും അതൊരു തട്ടിപ്പാണെന്ന് അവിടെ സമർത്ഥിക്കാനായിരുന്നു അന്ന് തെളിവെടുപ്പിന് നമ്മൾ ശ്രമിച്ചത്. അതവിടെ കൃത്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് തങ്കച്ചിയുടെ വാദങ്ങൾ പൂർണ്ണമായും വിവരാവകാശ കമ്മീഷണർ തള്ളുകയായിരുന്നു. പിന്നീട് മാപ്പപേക്ഷ പരിഗണിക്കണമെന്ന ആ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും അതും തള്ളി. പേജുകൾ മുഴുവൻ പരിശോധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വിളിച്ചു വരുത്തി മുഴുവൻ പരിശോധിച്ച് അത് കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടേണ്ടതുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിച്ചുകൊണ്ടാണ് മുഴുവൻ പേജുകളും പരിശോധിച്ചത്. അതിനുശേഷം വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു തടസ്സ ഹർജി വന്നത്. ഏതായാലും തടസ്സ ഹർജി ജനുവരി 8-ന് അത് തെളിവെടുപ്പിന് വെച്ചിട്ടുണ്ട്. തെളിവെടുപ്പിന് ഈ തടസ്സ ഹർജി നൽകിയ വ്യക്തിക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അന്ന് തെളിവെടുപ്പിന് പിന്നാലെ തന്നെ ഇതിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തടസ്സ ഹർജി കൂടുതൽ പേജുകൾ പുറത്തുവിടാൻ അത് തടസ്സമാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നാലെ വിധി പ്രഖ്യാപനത്തിന് അവസരം ലഭിക്കും. ഏതായാലും നിലവിൽ ഈ വ്യക്തിപരമായ വിവരങ്ങൾ, വ്യക്തികളുടെ അവരുടെ സ്വകാര്യത ഹനിക്കാത്ത ഭാഗങ്ങൾ മുഴുവൻ പുറത്തുവിടാനുള്ള അനുമതി ഇപ്പോൾ എന്തായാലും സാംസ്കാരിക വകുപ്പിന് അങ്ങനെ ഒരു നിർദ്ദേശം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് വരാനാണ് സാധ്യത. ഏതായാലും കാത്തിരിക്കാം. കൂടുതൽ പേജുകൾ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകാൻ ഈ ഉത്തരവ് കൂടി വഴിയൊരുക്കാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു റോഷിപാൽ. റോഷിപാൽ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി സീസൺ 2 വരാൻ പോവുകയാണ്. ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരാൻ പോകുന്ന ഭാഗത്തിലുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. പോക്സോ അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് പിടിച്ചാലൊന്നും കിട്ടില്ല. വീണ്ടും ആദ്യ ഭാഗം വരുമ്പോൾ തന്നെ AMMA എന്ന സംഘടന ചിന്ത ഭിന്നമായി പോയി. അതിൻ്റെ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട് താൽക്കാലിക കമ്മിറ്റിയാണ്, ലഹോക്ക് കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പല സിനിമാ താരങ്ങൾക്കെതിരെയും അലിഗേഷൻസ് വന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട 33-ലധികം കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി എടുത്തിട്ടുണ്ട്. പലരും യോജിച്ചും വിയോജിച്ചും അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു.